സമയത്ത് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പോലീസ് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് പോലീസിൻ്റെ സാന്നിധ്യമല്ലല്ലോ ഈ വിഷയത്തിനകത്ത്. കൃത്യമായി പോലീസ് കൂടി പങ്കാളികളായിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഇവിടെ സുഹൈൽ യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ 19ഓളം സഹപ്രവർത്തകർ അന്ന് ചില പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 50ഓളം വരുന്ന സഹപ്രവർത്തകരോട് മുഴുവൻ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും ചില ഇൻഫോർമേഷൻസ് കിട്ടിയിരുന്നു സുഹൈലിൻ്റെ വീട്ടിലേക്ക് അക്രമം നടക്കാൻ പോകുന്നുവെന്ന്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ 50ഓളം സഹപ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്കെത്തി ഈ വീടിൻ്റെ സംരക്ഷണം ഞങ്ങൾ ഉത്തരവാദിത്വമാണ്, ബാക്കി എല്ലാവരും ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞ് അവസാനത്തെ പ്രവർത്തകനെയും ഇവിടുന്ന് പോകുന്നു എന്ന് ഉറപ്പുവരുത്തിയെന്ന് മാത്രമല്ല, സുഹൈലിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു വീട്ടിൽ തന്നെ തുടരണം എന്ന് പറഞ്ഞു. അതായത് DYFIയുടെ അക്രമത്തിന് പോലീസുകാർ സുഹൈലിനെ സ്കെച്ചിട്ട് വെച്ചു കൊടുക്കുന്ന പണിയാണ് ഇവിടുത്തെ CI അടക്കമുള്ള ആളുകളെന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. സ്വാഭാവികമായിട്ടും സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് ചെയ്തതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഉന്നതതല സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ ഒരു സുഹൈലിനെ ട്രാപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന പണി ചെയ്തിരിക്കുന്നത്. അന്തസ്സുള്ള വേറെ എത്രയോ ജോലികൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾക്ക് ലഭിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ CPMകാരൻ്റെ സ്കെച്ചിങ് ഏജൻ്റായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നത് എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഇനി ഇതിനകത്ത് അതിൻ്റെ വിഷ്വൽസ് നിങ്ങളെല്ലാവരും പുറത്തുവിട്ടിട്ടുള്ളത്. വാളുമായി മാരകായുധങ്ങളുമായി 70ഓളം ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വാളുമായി ആളുകൾക്ക് സ്വച്ഛന്തമായി യാത്ര ചെയ്യുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാക്കി കേരളത്തെ മാറ്റുകയാണോ പിണറായി വിജയൻ്റെ നവകേരള സദസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ നവകേരള സദസ്സായപ്പോഴത്തേക്കിന് ഈ മഴക്കാലമാകുമ്പം കൂണുകൾ വരുമെന്ന് പറയുന്നത് പോലെയാണ് ഈ നവകേരള സദസ്സായപ്പോൾ ആസ്ഥാന ഗുണ്ട ഈ നവകേരള സദസ്സിനെ നയിക്കുന്നത് കൊണ്ട് നാട്ടിലെ സകലമാന ചെറുഗുണ്ടകളും കൂണുപോലെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായും പ്രതിരോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വാളും വാക്കത്തിയുമായി വീട് കയറി ആക്രമിച്ചു. ഈ അടുത്തിടയ്ക്കൊരു മലയാള സിനിമയിലാണ് കൊച്ചുകുട്ടിയെ വീട് കയറി ക്രൂരമായി ആക്രമിക്കുന്നതിൻ്റെ ഒരു സീൻ നമ്മൾ കണ്ടത്. സിനിമയ്ക്കകത്ത് ആ സീൻ കണ്ടപ്പോൾ പോലും മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് ഒരു മരവിപ്പാണ് അനുഭവപ്പെട്ടത്. അതിന് സമാനമായ സാഹചര്യത്തിൽ ഈ വീട്ടിലും ഇരച്ചെത്തിയ 70ഓളം പേര് വരുന്ന വാളയേന്ത്യ DYFIയുടെ സംഘം 2 വയസ്സ് മാത്രം പ്രായമുള്ള സുഹൈലിൻ്റെ കുഞ്ഞിനെ കൈപിടിച്ച് തിരിക്കുന്ന അടക്കമുള്ള ക്രൂരത ചെയ്യുകയാണ്. മനുഷ്യന്മാരുടെ ഏറ്റവും അധപ്പതിച്ച രൂപമാണ് CPMകാർ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്ന സാഹചര്യം. സുഹൈലിൻ്റെ ഉമ്മ ആ പ്രായമായ സ്ത്രീയെ പിടിച്ച് തള്ളുകയാണ്. ഈ കതകിനിട്ട് വെട്ടുമ്പോൾ ഇവിടുത്തെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അജ്മൽ ആ കതകിനോട് ചേർന്നിരിക്കുകയാണ്. അവൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. സുഹൈലിൻ്റെ സഹോദരന് നേരെ ആക്രമണം ഉണ്ടായി. ഇവിടെ സംഘർഷങ്ങളെല്ലാം നടക്കുമ്പോൾ ഇതിന് ശേഷം പോലീസ് ആക്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ ജിഹാദിൻ്റെ വീട്ടിൽ ഇതുപോലെയുള്ള സമാനമായ DYFI അക്രമം ഉണ്ടാവുകയും ജിഹാദിൻ്റെ വാപ്പയ്ക്ക് തലയ്ക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യമുണ്ടായി. രോഗബാധിതനായിരിക്കുന്ന വ്യക്തിയാണ് ജിഹാദിൻ്റെ വാപ്പ. രോഗബാധിതനായ മനുഷ്യനോട് പോലും, സ്വതന്ത്രമായി എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തൊരു മനുഷ്യനോട് പോലും DYFIയുടെ തെമ്മാടിക്കൂട്ട് നടത്തുന്ന സമീപനം ഇതാണ്. ഇതെല്ലാം കഴിയുമ്പോൾ പോലീസുകാർ പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരെ മറ്റ് ചില കേസുകൾ കൊടുക്കണമെന്നാണ്. ഇവിടുത്തെ DYSP അടക്കമുള്ള ആളുകളോട് മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസ്സിന് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, ഞങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ തരുന്ന പരിപാടിയില്ല. ആദ്യം വാളും വാക്കത്തിയുമായി സുഹൈലിൻ്റെ വീടടക്കം കയറി ആക്രമിച്ച ക്രിമിനലുകളെ ഞങ്ങൾക്കറിയാം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ നന്ദു, സുജിൻ അടക്കമുള്ള സുഹിൽ അടക്കമുള്ള CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, നേതൃപദവിയിലിരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഈ അക്രമം ഉണ്ടായത്. ഇതിന് തിരുവനന്തപുരം ജില്ലയിലെ CPMന്റെ ഒരു ജനപ്രതിനിധിക്ക്, ഉന്നത സ്ഥാനീയനായ ഒരു ജനപ്രതിനിധിക്ക് ഈ ഗൂഢാലോചനയ്ക്കകത്ത് നേരിട്ട് പങ്കിട്ടു. സുഹൈലിനെ കൊലപ്പെടുത്തുക
എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഗൂഢസംഘം പ്രവർത്തിച്ചത്. അപ്പോൾ അതിന് ശക്തമായ പ്രതിരോധം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് പോലീസ് ഉത്തരവാദികളായിട്ടുള്ള വാളുമായി ഇറങ്ങി നാട്ടിൽ അക്രമം അഴിച്ചുവിടുന്ന ഈ അരാജക സംഘത്തെ, ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ വരെ അക്രമമുണ്ടായി, പാർട്ടി ഓഫീസിന് നേരെ അക്രമമുണ്ടായി, എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി അക്രമം അഴിച്ചുവിട്ട ആ അരാജക സംഘത്തിലെ മുഴുവൻ ആളുകളുടെയും വിഷ്വൽസ് ഞങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ 70 പേരെയും അറസ്റ്റ് ചെയ്യാതെ യൂത്ത് കോൺഗ്രസ്സുകാരനെ മെക്കിട്ട് കയറാനാണ് പോലീസ് ഇറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായി പ്രതിരോധം ഉണ്ടാകും.